ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ നമഃ. നമോ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, എനിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ആദിലീല 2-ാമത്തെ അധ്യായത്തിൽ 65-ാമത് ശ്ലോകം മുതൽ നോക്കണമെന്നാണ്. സോ ഹരേ കൃഷ്ണ. അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അദ്വയ ജ്ഞാന തത്വവസ്തു കൃഷ്ണേരസ്വരൂപ ബ്രഹ്മ ആത്മാ ഭഗവാൻ തീനൂപ. കൃഷ്ണ ഭഗവാൻ സ്വയം അദ്വയനായ നിരപേക്ഷ സത്യമാകുന്നു. അവിടുന്ന് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ 3 വിശേഷതകളിൽ പ്രത്യക്ഷനാകുന്നു. ശ്രീപ്രഭുപാദയുടെ ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം 1-2 സ്കന്ധം 2-ാം അധ്യായം 11-ൽ നിന്നും മുകളിൽ കൊടുത്തിട്ടുള്ള ശ്ലോകത്തിലെ ഭഗവാൻ എന്ന മുഖ്യപദം പരമദിവ്യോത്തമ പുരുഷനെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മവും പരമാത്മാവും നിരപേക്ഷ അവ്യക്തിയുടെ ഉപാംഗങ്ങൾ ആയി സമന്വയിക്കപ്പെട്ടവരാണ്. ഭരണകൂടവും മന്ത്രിമാരും പരമാധികാരിയായ തലവന്റെ അനുബന്ധങ്ങളാകുന്നത് പോലെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുഖ്യ സത്യം 3 വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രകടമാകുന്നു. ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും അറിയപ്പെടുന്നു. എന്നിരിക്കലും ഈ 3 സവിശേഷതകളും അനന്യമാണ്. നമുക്ക് 2-3 ശ്ലോകങ്ങൾ വായിച്ചതിന് ശേഷം വിശദമായ കാര്യം പറയാം. ഈ ശ്ലോകേര അർത്ഥേ തൂമി ഹൈല നിർവചന ആര ഏക ശൂന ഭാഗവതേരവചന. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഭഗവാന്റെ വാദത്തെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള മറ്റൊരു ശ്ലോകം കേൾക്കൂ. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ പുതിയൊരു ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കിനി നോക്കാൻ പോകുന്നത് അടുത്ത ശ്ലോകം എന്താണ് പറയുന്നത് എന്ന്. 67-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം തന്നെയാണ് ഇവിടെയും പറയുന്നത്. 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാം അധ്യായം 28-ാമത് ശ്ലോകമാണ്. യഥേച്ഛാം സകലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളിൽ നിന്നും വരുന്ന അംശാവതാരങ്ങളോ കലാവതാരങ്ങളോ ആണ്. എന്നാൽ കൃഷ്ണൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ സ്വയം ഭഗവാനാണ്. ഓരോ യുഗത്തിലും ഇന്ദ്രന്റെ ശത്രുക്കളാൽ ലോകം അസ്വസ്ഥമാക്കപ്പെടുമ്പോൾ അവിടുന്ന് വിവിധ അവതാരങ്ങളിലൂടെ ലോകത്തെ സംരക്ഷിക്കുന്നു. ശ്രീപ്രഭുപാദയുടെ ഭാവാർത്ഥം. ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ നാരായണന്റെ അവതാരമാണെന്ന സങ്കല്പത്തെ ശ്രീമദ് ഭാഗവതം 1:3:28 ഈ ശ്ലോകം ഈ പ്രസ്താവന നിഷേധിക്കുന്നു. ശ്രീകൃഷ്ണൻ സർവ്വകാരണങ്ങൾക്കും മൂലകാരണമായ ആദിപുരുഷനാണ്. ശ്രീരാമൻ, നരസിംഹം, വരാഹം തുടങ്ങിയ അവിടുത്തെ അവതാരങ്ങളെല്ലാം നിസ്സംശയം വിഷ്ണു വിഭാഗത്തിലുള്ളവയാണെങ്കിലും അവയെല്ലാം ശ്രീകൃഷ്ണന്റെ സമഗ്രാംശങ്ങളോ അല്ലെങ്കിൽ അവയുടെയും അംശങ്ങളോ ആണ്. സോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ശ്രീ ആദിലീലയിലെ 2-ാമത്തെ അധ്യായം നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ഭാഗം, അതായത് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല, കാരണം ഇതിനു മുമ്പുള്ള വ്യക്തി പ്രഭു ഓൾറെഡി അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
28 മുതൽ 66 വരെയുള്ള ശ്ലോകം. ഞാൻ അതിന് മുമ്പിലേക്ക് പോകുന്നില്ല. 28 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ, അതായത് കൃഷ്ണനാണ് നാരായണനേക്കാളും മുകളിൽ എന്ന ഒരു തത്വത്തെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ നാരായണന്റെ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതനുസരിച്ച് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്നാണ് നമ്മൾ ഇതുവരെ ഉള്ള കാലങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് അതല്ല, അങ്ങനെയല്ല, ഇത് നമുക്ക് ഒരു മിനിറ്റ് ഞാൻ നോക്കാം. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല, എങ്കിലും നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഭഗവാൻ നാരായണനേക്കാൾ സുപ്രീമാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഇതാണ് നമുക്ക് 28ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 28ാമത്തെ ശ്ലോകം പറയുന്നത് എന്തെന്നാൽ, സെയ് നാരായണ കൃഷ്ണേര സ്വരൂപ അഭേദ ഏകയായി വിഗ്രഹ കിന്ദു ആകാര വിഭേദ. പിന്നെ നാരായണനും ശ്രീകൃഷ്ണനും ഒരേ ഭഗവാൻ തന്നെ, എന്നാൽ അവരുടെ ആകാര വിശേഷതകൾ വിഭിന്നമാണ്. ശ്രീകൃഷ്ണന് ഓടക്കുഴലേന്തിയ 2 കരങ്ങളും നാരായണന് ശംഖുചക്രം ഗദാ പത്മങ്ങളോടുകൂടിയ 4 കരങ്ങളുമുണ്ട്. പിന്നെ അതിനുശേഷം 30ാമത്തെ ശ്ലോകത്തില് ശ്രീമദ് ഭാഗവത്തിൽ നിന്നുള്ള ഒരു ശ്ലോകവും കൂടെ കോട്ട് ചെയ്തിട്ട് അതിന്റെ വിശദീകരണമാണ് നമുക്ക് 66ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ആ കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ അതിന്റെ വിശദീകരണമായിരുന്നു. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ശ്ലോകം. ഇപ്പൊ നമ്മൾ വായിച്ച യഥേച്ഛാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രിയാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് അടുത്ത 67ാമത്തെ, ഇതിപ്പോ ഈ 67ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ച ഇത് മുതൽ അടുത്ത ശ്ലോകം നമ്പർ 90 വരെ, 90 വരെ. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷൻ ഇന്ന് നമുക്ക് തീർക്കാനായിട്ട് ശ്രമിക്കാം. കാരണം എങ്കിലേ ആ ഒരു സെക്ഷൻ വൈസ് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ നമ്മളെ സ്ഥാപിച്ച് പറയുവായി നമുക്ക് ഉള്ള ആ കൺഫ്യൂഷൻ. കാരണം ഇപ്പോഴും നമുക്കറിയാം പലർക്കും എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണനാണ് സുപ്രീം, എന്തുകൊണ്ട് വിഷ്ണു അല്ല? നമ്മളെല്ലാവരും പഠിച്ചു വന്നിരിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേഷ് ആണ് ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ അവരിൽ മഹാവിഷ്ണുവിനെ ആണ്. ഓക്കെ, ഈവൻ മഹാവിഷ്ണു വൈഷ്ണവരിൽ പോലും മഹാവിഷ്ണുവിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ മഹാവിഷ്ണു പൂജിക്കുന്നവരാണ് എങ്കിൽ പോലും അവര് പോലും കൃഷ്ണനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. 2-handed ഫോമിലുള്ള കൃഷ്ണനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് കൃഷ്ണൻ സുപ്രീം ആകുന്നത്? അത് നാരായണനല്ലേ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ അല്ലേ കൃഷ്ണൻ വരുന്നത്? മറ്റ് മത്സ്യകൂർമ്മ വരാഹസ്യ നൃസിംഹ വാമന പരശുരാമ ബലരാമ ശ്രീരാമ കൃഷ്ണ കൽക്കി എന്ന് പറയുന്ന ആ അവതാരത്തിൽ വരുന്നതല്ലേ കൃഷ്ണൻ? പക്ഷെ അതിലൊരു മറ്റൊരു സത്യം എന്തെന്നാൽ, കൃഷ്ണൻ എന്ന് പറയുന്നത് ആ 10 അവതാരത്തിൽ പറയുന്നില്ല. നമ്മൾ ഇവിടെ പറയുന്നതാണ് 10 അവതാരം. 10 അവതാരം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റേ ഇല്ല യഥാർത്ഥത്തിൽ. കാരണം ദശാവതാരം എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അവതാരങ്ങളെ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്തു എന്ന് മാത്രം. ശ്രീ ജയദേവ ഗോസ്വാമികൾ എഴുതിയ ദശാവതാര സ്തോത്രത്തില് മാത്രമാണ് ഈ ദശാവതാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ വേറെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു മറ്റൊരു ശാസ്ത്രത്തിലും ഇതുപോലെ ദശാവതാരം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല യഥാർത്ഥത്തിൽ. അപ്പൊ ഈ ദശാവതാരം പറയുന്നത് ഓക്കെ അതിനു മുമ്പ് ഏതോ ഒരു ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു പോയിന്റില്, ആ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ എന്ന ഒരു അവതാരം അവിടെ പറയുന്നില്ല. അവിടെ ബുദ്ധനെയാണ് ഇവൻ ജയദേവ ഗോസ്വാമികള് വിശദീകരിക്കുന്നത്. സോ ബുദ്ധനെ പറയുന്ന സ്ഥലത്ത് നമ്മൾ കൃഷ്ണൻ എന്ന് നമ്മൾ എല്ലാവരും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയാൻ സാധിക്കും? സോ അതിനെ ഖണ്ഡിക്കുന്ന ഒരു ശ്ലോകമാണ് ശ്രീമദ് ഭാഗവത്തിലെ 1:3:28 പറയുന്ന യഥേച്ഛാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രിയാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ. ഇനി ഈ ശ്ലോകത്തിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? സോ ഇവിടെ പറയുന്നത് ഈ അവതാരങ്ങളെല്ലാം, ഇതിന്റെ അർത്ഥം ഇതാണ്, ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളിൽ നിന്നും വരുന്ന അംശാവതാരങ്ങളോ കലാവതാരങ്ങളോ ആണ്. എന്നാൽ കൃഷ്ണൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ സ്വയം ഭഗവാനാണ്. ഓരോ യുഗത്തിലും ഇന്ദ്രന്റെ ശത്രുക്കളാൽ ലോകം അസ്വസ്ഥമാക്കപ്പെടുമ്പോൾ അവിടുന്ന് വിവിധ അവതാരങ്ങളിലൂടെ ലോകത്തെ സംരക്ഷിക്കുന്നു. സോ ഈ ശ്ലോകത്തിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കൺസെപ്ച്വലി മനസ്സിലാവേണ്ടത്? സോ ഈ ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ പോലും ചില ആൾക്കാർക്ക് ഒരുപക്ഷെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഓക്കെ,
സ്വയം വിഷ്ണു തന്നെ അല്ലെങ്കിൽ നാരായണൻ തന്നെ കൃഷ്ണന്റെ രൂപത്തിൽ വന്നതാണ്, അങ്ങനെ വേണേ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ശ്ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് അടുത്ത ശ്ലോകം 90 വരെ ശ്രീ കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന്. ശ്ലോകം നമ്പർ 68. സബ അവതാരേരാകാരി സാമാന്യ ലക്ഷണ താരാമധ്യ കൃഷ്ണ ചന്ദ്രേരാകാരി ഗണന. ശ്രീമദ് ഭാഗവതം അവതാരങ്ങളുടെ പൊതുവായ ലക്ഷണങ്ങളും കർമ്മങ്ങളും വർണ്ണിക്കുകയും ശ്രീകൃഷ്ണനെ അവയിൽ ഒന്നായി ഗണിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ശ്രീമദ് ഭാഗവതം അവതാരങ്ങളുടെ പൊതുവായ ലക്ഷണങ്ങളും കർമ്മങ്ങളും വർണ്ണിക്കുകയും ശ്രീകൃഷ്ണനെ അവയിൽ ഒന്നായി ഗണിക്കുകയും ചെയ്യുന്നു. തബേസുത ഗോസാനി മാനെ പാന ബട ഭയ യാരായേ ലക്ഷണ ദാഹകരില നിശ്ചയ. ഇത് സൂത ഗോസ്വാമിയെ അത്യന്തം ആശങ്കാകുലനാക്കി. അതുകൊണ്ട് അദ്ദേഹം ഓരോ അവതാരത്തെയും അവരുടെ പ്രത്യേക ലക്ഷണങ്ങളാൽ വിവേചിച്ചു. സൂത ഗോസ്വാമിക്ക് സുഖദേവ ഗോസ്വാമി ശുഖബ്രഹ്മർഷി അല്ലെങ്കിൽ ശുഖദേവ ഗോസ്വാമി ഈ ശ്ലോകം പറഞ്ഞതിന് ശേഷം അത് ശ്രീമദ് ഭാഗവതത്തിൽ അത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മറ്റവതാരങ്ങളെ പോലെ തന്നെയാണ് കൃഷ്ണൻ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ സൂത ഗോസ്വാമി അതിനെ അത്യന്തം ആശങ്കാകുലനാക്കിക്കൊണ്ട് അതുകൊണ്ട് അദ്ദേഹം ഓരോ അവതാരത്തെയും അവരുടെ പ്രത്യേക ലക്ഷണങ്ങളാൽ വിവരിച്ചു. സോ നമുക്ക് നോക്കാം എന്താണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയാൻ പോകുന്നത്. അവതാര സഭ പുരുഷേര കാല അംശ സ്വയം ഭഗവാൻ കൃഷ്ണ സർവ അവതംസ. എല്ലാ അവതാരങ്ങളും പുരുഷ അവതാരങ്ങളിൽ നിന്ന് വരുന്ന അംശാംശങ്ങളോ ആണ്. എന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ആദിമമായ ഉദ്ഭവസ്ഥാനം. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അദ്ദേഹം മുമ്പ് പറഞ്ഞ യഥേച്ഛാംസ കലാപുംസ എന്ന് പറയുന്ന ശ്ലോകവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു തത്വത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. പൂർവപക്ഷ ഹേതോമാര ഭാല തവ വ്യാഖ്യാന പരവ്യോമ നാരായണ സ്വയം ഭഗവാൻ. എതിർപക്ഷം ഇങ്ങനെ പറഞ്ഞേക്കാം, ഇത് നിങ്ങളുടെ വിശദീകരണമാണ്, പക്ഷെ വാസ്തവത്തിൽ പരമവ്യോമത്തിലുള്ള നാരായണനാണ് സ്വയം. സോ അദ്ദേഹം അതിനെ രണ്ട് രീതിയിലും വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളെ അത് ക്ലിയർ ആക്കി മനസ്സിലാക്കിക്കാനുള്ള ശ്രമത്തിലാണ്. തേൻഹ ആസേ കൃഷ്ണരൂപേ കാരേന അവതാര ഏയി അർത്ഥ ശ്ലോകേ ദേഖി ആരാ വിചാര. അവിടുന്ന് നാരായണൻ കൃഷ്ണ ഭഗവാനായി അവതരിക്കുന്നു. ഈ ശ്ലോകത്തിന് ഞാൻ കാണുന്ന അർത്ഥം ഇതാണ്. ഇനി മറ്റൊരു പരിഗണനയും ആവശ്യമില്ല. അതായത് എതിർ വിഭാഗത്തിലുള്ളവർ അല്ലെങ്കിൽ കൃഷ്ണനെ സുപ്രീമായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി തന്നെ പറയുകയാണ്. അതായത് മുമ്പ് പറഞ്ഞതുപോലെ ഞാനത് ശ്ലോകത്തിന് നമ്മൾ വായിച്ചപ്പോൾ യഥേച്ഛാംസ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതായത് സ്വയം അവിടുന്ന് വന്നതാണ്, സ്വയം വിഷ്ണു കൃഷ്ണന്റെ രൂപത്തിൽ വന്നതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അതാണ് അവിടുന്ന് നാരായണൻ കൃഷ്ണ ഭഗവാനായി അവതരിക്കും. സോ നാരായണൻ തന്നെയാണ് സുപ്രീം, നാരായണൻ കൃഷ്ണനായിട്ട് വരുന്നു എന്ന് മറ്റുള്ളവർ പറയാം. അതായത് അവിടുന്ന് നാരായണൻ കൃഷ്ണ ഭഗവാനായി അവതരിക്കുന്നു. ഈ ശ്ലോകത്തിന് ഞാൻ കാണുന്ന അർത്ഥം ഇതാണ് എന്ന് മറ്റുള്ളവർ പറയുന്നു. ഇനി മറ്റൊരു പരിഗണനയും ആവശ്യമില്ല. സോ ഇനി എന്താണ് പറയുന്നത്? താരേകാഹേകേനാകാര കുതിർ കാനുമാന ശാസ്ത്ര വിരുദ്ധാർത്ഥ കഭു നാഹായ പ്രമാണ. ഇങ്ങനെ വഴിതെറ്റിക്കപ്പെട്ട വ്യാഖ്യാതാവിനോട് നമുക്ക് മറുപടി പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധമായ യുക്തി നിർദ്ദേശിക്കുന്നത്? ഒരു വ്യാഖ്യാനം ശാസ്ത്ര തത്വങ്ങളെ എതിർക്കുന്ന പക്ഷം അത് ഒരിക്കലും തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. എന്താ പറയുന്നത്? ഇങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ വഴിതെറ്റിക്കപ്പെട്ട വ്യാഖ്യാതാവിനോട് നമുക്ക് മറുപടി പറയാം. സോ അങ്ങനെയുള്ളവർക്കോട് നമുക്കൊരു മറുപടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ മറുപടി കൊടുക്കുക നമ്മൾ അവർക്ക് മറുപടി പറയാനല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾക്ക് ആ ഒരു അസ്തിത്വത്തിലെ ഭഗവാൻ കൃഷ്ണന്റെ അസ്തിത്വം എന്താണ് എന്ന് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് നമുക്കും ഈ ഒരു മിസ്കൺസെപ്ഷൻ ഒരുപക്ഷെ ഉണ്ടാവാം. എങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരം ഭഗവാൻ വിഷ്ണു സ്വയം കൃഷ്ണനായിട്ട് വന്നതാണ് എന്നൊരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധമായ യുക്തി നിർദ്ദേശിക്കുന്നത്?
ഒരു വ്യാഖ്യാനം ശാസ്ത്ര തത്വങ്ങളെ എതിർക്കുന്ന പക്ഷം അതൊരിക്കലും തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ശാസ്ത്രത്തിൽ പറയുന്നിരിക്കുന്നതിന്റെ കൺസെപ്ച്വലി എഗൻസ്റ്റ് ആണ് എങ്കിൽ we will never take that into account. നമ്മൾ അതിനെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കില്ല എന്ന് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നു. അനുവാദമാനുക്വാതോ ന വിധേയമുദീരയേത് നാഹ്യ ലബ്ധാസ്പദം ആസ്പദം കിഞ്ചിത് കുത്രചിത് പ്രതിഷ്ഠതി. ഒരു വാക്യത്തിൽ കർത്താവിന് മുൻപേ കർമ്മം വരരുത്, കാരണം മതിയായ ആസ്പദമില്ലാതെ അതിന് നിലനിൽക്കാനാവാതെ വരും. സോ ഇനിയും he is trying to make us understand by the way of എന്താ പറയാ, by grammatical understanding. ഗ്രാമാറ്റിക്കലി ആ ശ്ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയാം. അപ്പൊ ഒരു വാക്യത്തിൽ കർത്താവിന് മുൻപേ കർമ്മം വരരുത്. സോ ഒരു നമ്മൾ സെന്റൻസ് പറയുകയാണെങ്കിൽ, സോ നമ്മൾ കർമ്മം ആദ്യം പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഒരു കാര്യം ഒരു കാര്യം എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ ആ പറയുന്നതിന് മുൻപ്, അത് കാര്യം പറയുന്നതിന് മുൻപ് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മീനിങ്ലെസ്. എന്തായി എന്നറിയുമോ, അവിടെ നിന്ന് മാമ്പഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പാമ്പ് കടിച്ചു. വാട്ട് ഈസ് ദ മീനിങ്? ദിസ് ഇസ് മീനിങ്ലെസ്. കാരണം അവിടെ ഇന്ന ആൾ അവിടെ മാമ്പഴം കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെഴുതി വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് സെൻസ്. സോ ഒരു വാക്യത്തിൽ കർത്താവിന് മുൻപേ കർമ്മം വരരുത്, കാരണം മതിയായ ആസ്പദമില്ലാതെ അതിന് നിലനിൽക്കാനാവാതെ വരും. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വിടൂ. ഇനി കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി സ്വയം he is saying an example. He will come to an example to make us understand how it is. Like അനുവാദ നകഹി വിധേയ ആകെ അനുവാദ കഹി പശ്ചാത് വിധേയ. കർത്താവിനെ പ്രസ്താവിക്കാത്ത പക്ഷം ഒരു കർമ്മത്തെയും ഞാൻ പ്രതിപാദിക്കുന്നതല്ല. ഞാൻ ആദ്യം പറയേണ്ടത് ആദ്യവും പിന്നീടുള്ളത് പിന്നീടും പറയുന്നു. വിധേയ കഹിയെ താരയെ വസ്തുവജ്ഞാത അനുവാദ കഹി താരേ ഹയജ്ഞാത. ഒരു വാചകത്തിന്റെ കർമ്മം അനുവാചകന് അറിവില്ലാത്തതാകുന്നു, എന്നാൽ കർത്താവ് അതിന് അറിവുള്ളതാണ്. ഒരു വാചകത്തിന്റെ കർമ്മം അനുവാചകന് അറിവില്ലാത്തതാകുന്നു, അതായത് കേൾക്കുന്നവന് അതിനെക്കുറിച്ച് മനസ്സിലാവില്ല. പക്ഷെ എന്നാൽ കർത്താവ് അവന് അറിവുള്ളതാണ്. സോ അത് ചെയ്ത ആൾക്ക് അതിനെ കുറിച്ച്. സോ then we should talk about the person who did that action first. So ഇനിയും കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഒരു എക്സാമ്പിൾ പറയുകയാണ്. വിപ്ര പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിധേയ പണ്ഡിത്. ഹരേ കൃഷ്ണ, can you please keep in mute? സോ എന്താ പറയുന്നത്? വിപ്ര പരമ പണ്ഡിത വിപ്ര അനുവാദ ഇഹാര വിധേയ പാണ്ഡിത്യ. സോ ദിസ് an എക്സാമ്പിൾ. ഉദാഹരണത്തിന്, ഈ വിപ്രൻ ഒരു മഹാപണ്ഡിതനാണ്. ഈ വാചകത്തിൽ വിപ്രനാണ് കർത്താവ്, കർമ്മം അവന്റെ പാണ്ഡിത്യവും. സോ ഈ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഈ ഒരു വിപ്രൻ വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതനാണ്. ഇതൊരു വാചകമാണ്. സോ ഈ വാചകത്തിൽ വിപ്രനാണ് കർത്താവ്, കർമ്മം അവന്റെ പാണ്ഡിത്യവും. സോ ഈ ശ്ലോകത്തിനെ എങ്ങനെ മനസ്സിലാക്കാം? സോ ഇതുമായിട്ട് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഈസ് ട്രൈയിങ് ടു ടേക്ക് us to the original shloka. So how to understand that shloka, that will come back. We'll come to that. വിപ്രത്വ വിഖ്യാത താര പാണ്ഡിത്യ അജ്ഞാത അത ഏവ വിപ്ര ആകെ പാണ്ഡിത്യ പശ്ചാത്ത. അതായത് വിപ്രത്വ വിഖ്യാത താര പാണ്ഡിത്യ അജ്ഞാത അത ഏവ വിപ്ര ആകെ പാണ്ഡിത്യ പശ്ചാത്ത. സോ അപ്പം ഇത് പറയുന്നത് ആ മനുഷ്യൻ ഒരു വിപ്രനാണെന്നത് അറിയപ്പെടുന്നതാണ്, എന്നാൽ അവന്റെ പാണ്ഡിത്യം അജ്ഞാതമാണ്. അതുകൊണ്ട് ആദ്യം വ്യക്തിയെ പരിചയപ്പെടുത്തുകയും പിന്നീട് അയാളുടെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുകയുമാണ് വേണ്ടത്. സോ അപ്പൊ ആ വിപ്രന്റെ കാര്യം പറഞ്ഞിട്ട് വിപ്രൻ ആരാണ് അല്ലെങ്കിൽ വിപ്രനാണ് ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് സംസാരിക്കാൻ എന്നാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. അവതാര സഭൈലജ്ഞാത കാര അവതാര ഏയി വസ്തു ആവിജ്ഞാത. ഇതേ വിധത്തിൽ ഈ അവതാരങ്ങളെല്ലാം നേരത്തെ അറിയപ്പെട്ടിരുന്നു, എന്നാൽ അവരുടെ ആരുടെ അവതാരങ്ങളാണെന്ന് അജ്ഞാതമായിരിക്കുന്നു. സോ ഇവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ഈ ശ്ലോകത്തിനെ മനസ്സിലാക്കേണ്ടത്. ഇതേ വിധത്തിൽ ഈ അവതാരങ്ങളെല്ലാം നേരത്തെ അറിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ശ്ലോകം പറയുന്നതിന് മുൻപ്
അവതാരങ്ങളുടെ കാര്യം പറഞ്ഞു. എന്നാൽ അവ ആരുടെ അവതാരങ്ങളാണെന്ന് അജ്ഞാതമായിരിക്കും. സോ അത് ആരുടെ അവതാരങ്ങളാണ് എന്ന് ശ്രീമദ് ഭാഗവത്തിൽ പിന്നീടാണ് പറയുന്നത്. യേതേ ശബ്ദേ അവതാരേര ആകെ അനുവാദ പുരുഷേര അംശ പാശേ വിധേയ സംവാദ. ആദ്യം യഥേ, അതായത് യഥേ ചാംസ കലാപുംസാം എന്ന് പറയുന്ന ആ ശ്ലോകം, ആദ്യം യഥേ അല്ലെങ്കിൽ ഇവർ, അതായത് മുൻപ് പറഞ്ഞ ഏതാണ്ട് 23 അവതാരങ്ങളെ കുറിച്ചിട്ട് ചില വ്യാസദേവനോട് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്. അപ്പൊ യഥേ എന്ന് പറഞ്ഞ ഇവർ എന്ന വാക്ക് കർത്താവിനെ അവതാരങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് പുരുഷാവതാരങ്ങളുടെ സമഗ്ര വിസ്തരണങ്ങൾ എന്നത് പ്രതിപാദനമായി പിന്തുടരുന്നു. നമ്മള് ഇപ്പൊ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. സോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വിൽ മേക്ക് us the ശ്ലോക വെരി ക്ലിയർ. തൈച്ചേ കൃഷ്ണ അവതാര ഭീതാരേ ഹൈലജ്ഞാത താൻഹാര വിശേഷ ജ്ഞാന സേയി അവിജ്ഞാത. ഇതേ വിധത്തിൽ കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷ ജ്ഞാനം അജ്ഞാതമായിരുന്നു. ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതേ വിധത്തിൽ കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷ ജ്ഞാനം അജ്ഞാതമായിരുന്നു. അത ഏവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത വിശ്വേ വിധേയ സംവാദ. അതുകൊണ്ട് ആദ്യം കൃഷ്ണൻ എന്ന വാക്ക് കർത്താവായും അതിനെ പിന്തുടർന്ന് അവിടുന്നിനെ ആദിമൂലമായി വർണ്ണിക്കുന്ന വിശേഷകവും വരുന്നു. സോ അത് ഒരു ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെയാണ് ആ ശ്ലോകം വരേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യം കൃഷ്ണൻ എന്ന വാക്ക് കർത്താവായും അതിനെ പിന്തുടർന്ന് അവിടുന്നിനെ ആദിമൂലമായി വർണ്ണിക്കുന്ന വിശേഷകവും വരുന്നു. കൃഷ്ണേര സ്വയം ഭഗവത ഇഹ ഹൈല സാധ്യ സ്വയം ഭഗവാനേര കൃഷ്ണത്വ ഹൈലബാധ്യം. ശ്രീകൃഷ്ണൻ ആദിമൂലമാണെന്ന് മേൽപ്പറഞ്ഞ രീതിയിലുള്ള വാക്യഘടന സ്ഥാപിക്കുന്നു. അതിനാൽ സ്വയം ഭഗവാൻ അനിവാര്യമായും കൃഷ്ണൻ തന്നെയാണ്. ഇപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടി ആ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഭഗവാൻ സുപ്രീമാണ് എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. സോ ഇനിയും കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഒന്നുകൂടി അതിനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ്? കൃഷ്ണയേതി അംശ ഹൈത അംശി നാരായണ തബേ വിപരീത ഹൈത സൂതേരവചന. സൂത ഗോസ്വാമി ഇൻ കേസ് കൃഷ്ണൻ, വിവർത്തനം വായിക്കാം, സോ വിൽ ബി മോർ ക്ലിയർ. കൃഷ്ണൻ അംശവും നാരായണൻ ആദി സ്രോതസ്സുമായിരുന്നെങ്കിൽ സൂത ഗോസ്വാമിയുടെ പ്രസ്താവന വിപരീതത്തിലാകേണ്ടതായിരുന്നു. സോ നൗ ഈസ് മേക്കിംഗ് ഇറ്റ് മോർ ക്ലിയർ. നമ്മള് ഈ ട്രാൻസ്ലേഷൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. സോ നൗ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. കാരണം ഈ ഒരു ശ്ലോകത്തിൽ കൃഷ്ണൻ അംശവും നാരായണൻ ആദി സ്രോതസ്സും ആയിരുന്നെങ്കിൽ സൂത ഗോസ്വാമിയുടെ പ്രസ്താവന വിപരീതത്തിൽ ആകേണ്ടതായിരുന്നു. കീപ് ദിസ് ഇൻ മൈൻഡ്. സോ നൗ 70-ാമത്തേത് 70-ാമത്തെ ശ്ലോകം മുതൽ അല്ലെങ്കിൽ 69-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. ഇത് സൂത ഗോസ്വാമിയെ അത്യന്തം ആശങ്കാകുലനാക്കി. അതുകൊണ്ട് അദ്ദേഹം ഓരോ അവതാരത്തെയും അവരുടെ പ്രത്യേക ലക്ഷണങ്ങളാൽ വിവേചിച്ചു. എല്ലാ അവതാരങ്ങളും പുരുഷാവതാരങ്ങളിൽ നിന്ന് വരുന്ന അംശാംശങ്ങളോ ആണ്. എന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ആദിമമായ ഉദ്ഭവസ്ഥാനം. എതിർപക്ഷം ഇങ്ങനെ പറഞ്ഞേക്കാം. എന്താ പറഞ്ഞേക്കാം? ഇത് നിങ്ങളുടെ വിശദീകരണമാണ്. പക്ഷേ വാസ്തവത്തിൽ പരമവ്യോമത്തിലുള്ള നാരായണനാണ് സ്വയം ഭഗവാൻ. അടുത്തത് 72-ാമത്തെ ശ്ലോകത്തില് അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവിടുന്ന് നാരായണൻ കൃഷ്ണ ഭഗവാനായി അവതരിക്കുന്നു. ഈ ശ്ലോകത്തിന് ഞാൻ കാണുന്ന അർത്ഥം ഇതാണ്. ഇനി മറ്റൊരു പരിഗണനയും ആവശ്യമില്ല എന്ന് മറ്റുള്ളവർ പറയാം. ഇങ്ങനെ വഴിതെറ്റിക്കപ്പെട്ട വ്യാഖ്യാതാവിനോട് നമുക്ക് മറുപടി പറയാം. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധമായ യുക്തി നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത്തരത്തിലുള്ള അബദ്ധമായ യുക്തി നിർദ്ദേശിക്കുന്നത് ഒരു വ്യാഖ്യാനം ശാസ്ത്ര തത്വങ്ങളെ എതിർക്കുന്ന പക്ഷം അതൊരിക്കലും തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. അത് പറഞ്ഞിട്ട് ഇനിയും ആ ശ്ലോകത്തിന് ഒന്നുകൂടെ ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ അത് റോങ് ഇന്റർപ്രിട്ടേഷനെ
സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ മുതൽ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് വായിക്കാം. കാരണം മുമ്പ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലിരിക്കണം. ഏതാണ്? അതൊന്നുകൂടെ പറയാ. കൃഷ്ണൻ അംശവും നാരായണൻ ആദി സ്രോതസ്സുമായിരുന്നെങ്കിൽ സൂത ഗോസ്വാമിയുടെ പ്രസ്താവന വിപരീതത്തിലാകേണ്ടതായിരുന്നു എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള ഈ ശ്ലോകങ്ങൾ കേൾക്കുക. ഒരു വാക്യത്തിൽ കർത്താവിന് മുൻപേ കർമ്മം വരരുത്. കാരണം മതിയായ ആസ്പദമില്ലാതെ അതിന് നിലനിൽക്കാനാവാതെ വരും. ഓക്കെ, അപ്പോ ആ ശ്ലോകത്തിൽ നമുക്ക് കാണുന്നത് കർത്താവിന്റെ ആദ്യം വരുന്നോ അതോ കർമ്മമാണോ ആദ്യം വരുന്നത്? സോ അതിന് ഒരു എക്സാമ്പിൾ, കർത്താവിനെ പ്രസ്താവിക്കാത്ത പക്ഷം ഒരു കർമ്മത്തെയും ഞാൻ പ്രതിപാദിക്കുന്നതല്ല. ഓക്കെ, കർത്താവിനെ പ്രസ്താവിക്കാത്ത പക്ഷം ഒരു കർമ്മത്തെയും ഞാൻ പ്രതിപാദിക്കുന്നതല്ല. ഞാൻ ആദ്യം പറയേണ്ടത് ആദ്യവും പിന്നീടുള്ളത് പിന്നീടും പറയും. അപ്പൊ ശ്രീമദ് ഭാഗവതത്തില് ഈ ശ്ലോകത്തിന് മുൻപേ ഭഗവാന്റെ പല അവതാരങ്ങളെ കുറിച്ചും പറയുന്നു. അതിനുശേഷമാണ് കൃഷ്ണന്റെ കുറിച്ച് പറയുന്നത്. വിധേയ കഹിയെ താരെ ഏ വസ്തു അജ്ഞാത അനുവാദ കഹി താരെ ഏ ഹയ ജ്ഞാത. ഒരു വാചകത്തിന്റെ കർമ്മം അനുവാചകന് അറിവില്ലാതാകുന്നു, എന്നാൽ കർത്താവ് അവന് അറിവുള്ളതാണ്. അപ്പൊ ഇനിയാണ് എക്സാമ്പിൾ പറയുന്നത്. വിപ്രത്വ വിഖ്യാത. ഓക്കെ, ഉദാഹരണത്തിന് ഒരു വിപ്രൻ, ഒരു മഹാപണ്ഡിതനാണ്. ഈ വാചകത്തിൽ വിപ്രനാണ് കർത്താവ്, കർമ്മം അവന്റെ പാണ്ഡിത്യവും. ആ മനുഷ്യൻ ഒരു വിപ്രനാണെന്നത് അറിയപ്പെടുന്നതാണ്, എന്നാൽ അവന്റെ പാണ്ഡിത്യം അജ്ഞാതമാണ്. അതുകൊണ്ട് ആദ്യം വ്യക്തിയെ പരിചയപ്പെടുത്തുകയും പിന്നീട് അയാളുടെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയുകയുമാണ് വേണ്ടത്. ഇതേ വിധത്തിൽ ഈ അവതാരങ്ങളെല്ലാം നേരത്തെ അറിയപ്പെട്ടിരുന്നു. ഏത് വിധത്തില്? ഇപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ, ഇതേ വിധത്തിൽ ഈ അവതാരങ്ങളെല്ലാം നേരത്തെ അറിയപ്പെട്ടിരുന്നു, എന്നാൽ അവ ആരുടെ അവതാരങ്ങളാണെന്ന് അജ്ഞാതമായിരിക്കും. ഓക്കെ, സോ ആദ്യം അല്ലെങ്കിൽ യഥേ എന്ന എന്ന വാക്ക് കർത്താവിനെ അവതാരങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. പിന്നീട് പുരുഷാവതാരങ്ങളുടെ സമഗ്ര വിസ്തരണങ്ങൾ എന്നത് പ്രതിപാദനമായി പിന്തുടരുന്നു. തൈച്ചേ കൃഷ്ണ അവതാര ഭീതരാലഹൈല ജ്ഞാത താൻഹ വിശേഷ ജ്ഞാന സേയി അവജ്ഞാത. ഇതേ വിധത്തിൽ കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷ ജ്ഞാനം അജ്ഞാതമായിരുന്നു. സോ കൃഷ്ണൻ ആദ്യം അവതാരങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കുറിച്ചുള്ള വിശേഷ ജ്ഞാനം അജ്ഞാതമായിരുന്നു. അത ഏവ കൃഷ്ണ ശബ്ദ ആകെ അനുവാദ സ്വയം ഭഗവത്ത പിശേ വിധേയ സംവാദ. അതുകൊണ്ട് ആദ്യം കൃഷ്ണൻ എന്ന വാക്ക് കർത്താവായും അതിനെ പിന്തുടർന്ന് അവിടുന്ന് ആദിമൂലമായി വർണ്ണിക്കുന്ന വിശേഷകവും വരുന്നു. കൃഷ്ണൻ ആദിമൂലമാണെന്ന് മേൽ പറഞ്ഞ രീതിയിലുള്ള വാക്യഘടന സ്ഥാപിക്കുന്നു. സോ ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്ന, ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദി എന്ന് പറയുന്നത് ഈ അവതാരങ്ങളെല്ലാം. സോ അത് കർത്താവാണ്. എന്നിട്ടാണ് പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വാമി യഥേ ചാംസ കലാപുംസ. സോ ദാറ്റ് മീൻസ് യഥേ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ച അവതാരങ്ങളെല്ലാം, ആ അവതാരങ്ങളെയാണ് കർത്താവായിട്ട് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. സോ കൃഷ്ണൻ അംശവും നാരായണൻ ആദി സ്രോതസ്സുമായിരുന്നെങ്കിൽ സൂത ഗോസ്വാമിയുടെ പ്രസ്താവന വിപരീതത്തിലാകേണ്ടതായിരുന്നു. അത് നമുക്കിനി എന്താണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം. നാരായണ അംശിയേ സ്വയം ഭഗവാൻ തേൻഹ ശ്രീകൃഷ്ണ ഐചേകാരിത വ്യാഖ്യാന. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്രകാരം പറയണമായിരുന്നു: എല്ലാം അവതാരങ്ങളുടെയും ഉറവിടമായ നാരായണന് സ്വയം ഭഗവാൻ അവിടുന്ന് ശ്രീകൃഷ്ണനായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയേണ്ടിയിരുന്നു. അപ്പൊ ആ ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകം മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇൻ കേസ് നാരായണനായിരുന്നു സുപ്രീം എങ്കിൽ, നാരായണനായിരുന്നു സുപ്രീം എങ്കിൽ എങ്ങനെ പറഞ്ഞേനെ? എല്ലാ അവതാരങ്ങളും നാരായണ അംശി സ്വയം ഭഗവാൻ. ഇൻ കേസ് നാരായണ വാസ് സുപ്രീം ലോർഡ്, താൻ ഹേ ശ്രീകൃഷ്ണ ഐചേകാരിത വ്യാഖ്യാന. എന്താ പറഞ്ഞിരുന്നേ? എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായ നാരായണനാണ് സ്വയം ഭഗവാൻ, അവിടുന്ന് ശ്രീകൃഷ്ണനായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷേ ഇനി നമുക്ക് ആ ശ്ലോകം നോക്കാം. എന്താണ് അവർ പറഞ്ഞത്? ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളിൽ നിന്നും വരുന്ന അംശാവതാരങ്ങളോ
കലാവതാരങ്ങളോ ആണ്. അപ്പൊ ഈ അവതാരങ്ങളെല്ലാം പുരുഷ അവതാരങ്ങളിൽ നിന്ന് വരുന്ന യഥേച്ഛാംസ കലാപുംസ. വേർഡ് ടു വേർഡ് മീനിങ് നമുക്ക് നോക്കാം. യഥേ എന്ന് പറഞ്ഞാൽ ഇവ, ച അംശ അംശാവതാരങ്ങൾ, കല അംശാംശാവതാരങ്ങൾ, പുംസ എന്ന് പറഞ്ഞാൽ പുരുഷാവതാരത്തിന്റെ. അപ്പൊ ഇതിൽ പറയുന്നതാണ് ഈ അവതാരങ്ങളെല്ലാം പുരുഷാവതാരങ്ങളിൽ നിന്നും വരുന്ന അംശാവതാരങ്ങളോ അംശാംശാവതാരങ്ങളോ ആണ്. എന്നാൽ കൃഷ്ണൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ സ്വയം ഭഗവാനാണ്. ഓരോ അത് അത് മനസ്സിലാക്കണം. കാരണം നമുക്ക് ഈ 2 ലൈനാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ നാരായണനായിരുന്നു സുപ്രീം എങ്കിൽ എങ്ങനെ പറഞ്ഞേനെ? എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായ നാരായണനാണ് സ്വയം ഭഗവാൻ എന്ന് പറഞ്ഞേനെ. അവിടുന്ന് ശ്രീകൃഷ്ണനായി പ്രതിഫലിച്ചത് നാരായണൻ ശ്രീകൃഷ്ണനായിട്ട് വന്നു എന്ന് പറയേണ്ടിയിരുന്നു. ഏതായിരുന്നെങ്കിൽ നാരായണൻ സുപ്രീം ആയിരുന്നു എങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇനിയും ഭ്രമ പ്രമാദ വിപ്ര ലിപ്സ കാരണ പാടവ ആശ വിജ്ഞ വാക്യേ നാഹി ദോഷ ഏയി സഭ. പ്രാമാണികരായ സാധുവര്യന്മാരുടെ വാക്യങ്ങളിൽ തെറ്റുകളും വ്യാമോഹങ്ങളും വഞ്ചനയും ഇന്ദ്രിയാപാകതയും മൂലമുള്ള ദോഷങ്ങൾ സംഭവിക്കാറില്ല. സോ സുഖദേവ ഗോസ്വാമി സൂത ഗോസ്വാമി പറഞ്ഞ ആ ശ്ലോകത്തിൽ ഒരു തെറ്റും ഉണ്ടാകാൻ വഴിയില്ല. വി ഷുഡ് അക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്. അപ്പം ശ്രീ വ്യാസദേവൻ എഴുതിയ ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ സുഖദേവ ഗോസ്വാമി പറഞ്ഞ ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ സൂത ഗോസ്വാമിയുടെ വാക്കുകളാണെങ്കിലും they all are perfect words. പ്രാമാണികരായ സാധുവര്യന്മാരുടെ വാക്യങ്ങളിൽ തെറ്റുകളും വ്യാമോഹങ്ങളും വഞ്ചനയും ഇന്ദ്രിയ അപാകത, കാരണം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ദ്രിയ അപാകതകൾ മൂലമുള്ള ദോഷങ്ങൾ സംഭവിക്കാറില്ല. അതുകൊണ്ടാണ് ഏതൊക്കെ തരത്തിലാണ് ശാസ്ത്രം നോളജ് നമ്മൾ നേടണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേടുന്നത് ഏതൊക്കെ വഴിയിലാണ്? ആർക്കെങ്കിലും പറയാമോ? വിച്ച് ആർ ദ വേസ് വി ഗെറ്റ് ഓർ വി ഗെയിൻ നോളജ്? ഏതൊക്കെ വഴിയിലാണ് നമ്മൾ ജ്ഞാനം നേടുന്നത്? ആർക്ക് പറയാം? ഗുരു സാധു ശാസ്ത്രം. ദാറ്റ് ഇസ് ദ കറക്റ്റ് വേ. ഇത് ആധ്യാത്മികപരമായിട്ട് നോക്കും. ഇത് നോർമൽ ജനറൽ പെർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിൽ പറയുന്നു നമ്മൾ 3 രീതിയിൽ നമുക്ക് നമ്മുടെ 3 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ജ്ഞാനം നേടുന്നത് എങ്ങനെയാണ്? 3 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനം നേടുന്നത് എങ്ങനെയാണ്? അനുമാനം. വെരി ഗുഡ്. അനുമാനം. പിന്നെ അനുമാനം, നിഗമനം, ശബ്ദപ്രമാണം. നിഗമനമാണോ? നിഗമനം എന്ന് വേറൊരു വാക്കുണ്ടല്ലോ, പ്രത്യക്ഷ. വെരി ഗുഡ്, എക്സലന്റ്, താങ്ക് യു സോ മച്ച്. പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, പിന്നെ ഐശ്വര്യ മാതാജി പറഞ്ഞ പോലെ ശബ്ദപ്രമാണം. യെസ്, ദീസ് ആർ ദ 3 ways we gain knowledge. പ്രത്യക്ഷ പ്രമാണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നമ്മൾ നേടുന്നു, മനസ്സുകൊണ്ട് ചിന്തിച്ച് അനുമാനം നടത്തിക്കൊണ്ട് നമ്മൾ ജ്ഞാനം നേടുന്നു, പിന്നീട് ശ്രവിച്ചുകൊണ്ട് നമ്മൾ നേടുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് പ്രാമാണികരായ സാധുവര്യന്മാരുടെ വാക്യങ്ങളിൽ തെറ്റുകളും വ്യാമോഹങ്ങളും വഞ്ചനയും ഇന്ദ്രിയ അപാകത അതും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഈവൻ they are celestial അല്ലെങ്കിൽ they are exalted devotees of the Lord. അപ്പൊ അവർക്ക് ഒരിക്കലും ഇവൻ ശ്രീ വ്യാസദേവൻ എന്ന് പറഞ്ഞ ഭഗവാൻ സ്വയമാണ്. സോ സുഖദേവ ഗോസ്വാമി is his greatest devotee. അവർ ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ എഴുതുമ്പോൾ there cannot be any fault. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഭ്രമ പ്രമാദ വിപ്രലിപ്സ കാരണ പാടവ ആർഷ വിജ്ഞ വാക്യേ നാഹി ദോഷ ഏയി സഭ. പ്രാമാണികരായ സാധുവര്യന്മാരുടെ വാക്യങ്ങളിൽ തെറ്റുകളും വ്യാമോഹങ്ങളും വഞ്ചനയും ഇന്ദ്രിയാപാകതയും മൂലമുള്ള ദോഷങ്ങൾ സംഭവിക്കാറില്ല. ശ്രീമദ് ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം പുരുഷാവതാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്കിടയിൽ വരുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയിൽ കൃഷ്ണന്റെ നിരുപമ സ്ഥാനവും ഭാഗവതം തുടർന്ന് വിശദീകരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ശ്രീമദ് ഭാഗവതം പുരുഷ അവതാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്കിടയിൽ വരുന്നതായും ചിത്രീകരിക്കുന്നു. എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയിൽ കൃഷ്ണന്റെ നിരുപമ സ്ഥാനവും ഭാഗവതം തുടർന്ന് വിശദീകരിക്കുന്നു. കൃഷ്ണൻ ആദിപുമാനായതിനാൽ സകല കാരണങ്ങളും വാദങ്ങളും അവിടുത്തെ പരമ പുരുഷ സ്ഥാനത്തെ സ്ഥാപിക്കുവാൻ ഉതകുന്നു. കൃഷ്ണൻ നാരായണന്റെ വിസ്തരണമായിരുന്നെങ്കിൽ മുൻപറഞ്ഞ ഭാഗവത ശ്ലോകം വ്യത്യസ്തമായി രചിക്കപ്പെടുമായിരുന്നു.
അതിലെ പദങ്ങളുടെ ക്രമം നേർവിപരീതമായിരിക്കുന്നു. എന്നാൽ മുക്തരായ സാധുവര്യന്മാരുടെ വാക്കുകളിൽ തെറ്റുകളും തെറ്റിദ്ധാരണകളും വഞ്ചനകളും ഇന്ദ്രിയ ഗ്രഹണത്തിന്റെ പൂർണ്ണതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷ ഭഗവാൻ ആണെന്ന ഈ പ്രസ്താവനയിൽ ഒരു തെറ്റുമില്ല. സോ ഒരു സാധാരണ മനുഷ്യനാണ് ഇത് എഴുതിയിരുന്നതെങ്കിൽ ഓക്കെ, വി മേ സേ ദാറ്റ് ബി എ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചതാണ്. ആക്ച്വലി പറയപ്പെടുന്നത്, നമ്മൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നടത്താം. എല്ലാവരും വേണേൽ വീട്ടിൽ പോയിട്ട് 1 മുതൽ 200 വരെ, ഇറ്റ്സ് എ വെരി സിമ്പിൾ എക്സർസൈസ്. 1 മുതൽ 1, 2, 3 ഡിജിറ്റ്സ് അല്ല, വാക്കുകളിൽ വാക്യമായിട്ട് ഒന്നുകിൽ ഇംഗ്ലീഷിൽ 1, 2, 3 ONE 1 TWO 2 THREE 3 അങ്ങനെ 1 മുതൽ 200 വരെ വാക്യങ്ങളിൽ അല്ലെങ്കിൽ വാക്കുകളായിട്ട് എഴുതാൻ നമുക്ക് സാധിക്കത്തില്ല. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. there could be at least 1 or 2, I mean could be many mistakes when you write 1 to 200. 200 വരെ പോലും നമുക്ക് തെറ്റുകൂടാതെ എഴുതാൻ സാധിക്കത്തില്ല. അതാണ് നമ്മളുടെ ഫോൾട്ട്സ്. അതാണ് ഇന്ദ്രിയ അല്ലെങ്കിൽ നമ്മള് ഇന്ദ്രിയ എന്ന് പറഞ്ഞ, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള തെറ്റുകൾ, ഇന്ദ്രിയ അപാകത എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. സോ അപ്പൊ അത് ഇവരെ ബാധിക്കത്തില്ല. ആരേശ്വര വ്യാസദേവനെയോ സുഖദേവ ഗോസ്വാമിയോ അത് ബാധിക്കത്തില്ല. ശ്രീമദ് ഭാഗവത്തിലെ സംസ്കൃത പ്രസ്താവനകളെല്ലാം അതീന്ദ്രിയ ശബ്ദങ്ങളാണ്. ശ്രീ വ്യാസദേവൻ പരിപൂർണ സാക്ഷാത്കാരത്തിന് ശേഷമാണ് ഈ പ്രസ്താവനകൾ വെളിപ്പെടുത്തിയത്. അതിനാൽ അവ കുറ്റമറ്റതാണ്. വ്യാസദേവനെ പോലെയുള്ള മുക്തരായ ഋഷീശ്വരന്മാർ അവരുടെ അലങ്കാര ശാസ്ത്ര ക്രമീകരണങ്ങളിൽ ഒരിക്കലും പിഴവുകൾ വരുത്തുകയില്ല. ഈ വസ്തുത അംഗീകരിക്കാത്ത പക്ഷം ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും സഹായം നേടാൻ ശ്രമിക്കുന്നത് നിരർത്ഥകമാണ്. സോറി, ഈ വസ്തുത അംഗീകരിക്കാത്ത പക്ഷം, ഏത് വസ്തുത? ചില വ്യാസദേവൻ ഒരു മിസ്റ്റേക്കും അതിൽ വരുത്തില്ല എന്ന ആ വസ്തുത അംഗീകരിക്കാത്ത പക്ഷം ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും സഹായം നേടാൻ ശ്രമിക്കുന്നത് നിരർത്ഥകമാണ്. ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ജ്ഞാനം നമ്മൾ നേടുന്നതുകൊണ്ട് ഒരർത്ഥമില്ല. കാരണം നമുക്കറിയാം, പറയപ്പെടുന്നത് നമ്മൾ ആരും നമ്മളുടെ ബയോളജിക്കൽ അമ്മയെ നമ്മൾ സംശയിക്കാറില്ല. എന്ന് വെച്ചാൽ അമ്മയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, മോനെ അല്ലെങ്കിൽ മോളെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് അമ്മ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അമ്മയോട് തിരിച്ചു ചോദിക്കില്ല, അമ്മേ ഇത് തന്നെയാണോ അമ്മ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞതുപോലെ ശാസ്ത്രം, ശ്രീമദ് ഭാഗവതം, വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം നമ്മളുടെ യഥാർത്ഥ അമ്മയാണ്. ആ അമ്മയാണ് പറയുന്നത്, മകനെ ഇതാണ് നിന്റെ പരമദിവ്യോത്തമ പുരുഷനായ ഇദ്ദേഹമാണ് നിന്റെ പരംപിതാവ്, അല്ലെങ്കിൽ ഇതാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമ്മളോട് പറയുമ്പോൾ വി കനോട്ട് ക്വസ്റ്റ്യൻ ദാറ്റ് സ്ക്രിപ്ചർ. അപ്പോൾ ആ ശാസ്ത്രത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇന്ന് ഞാൻ ആക്ച്വലി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സൗത്ത് വൃന്ദാവനിൽ ഇരുന്നുകൊണ്ടാണ്. ഗുരുവായൂരടുത്തുള്ള സൗത്ത് വൃന്ദാവൻ ഇസ്കോൺ സെന്ററിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ എന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നിവിടെ വന്നത് ഒരു വിവാഹ സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പയ്യന്റെ, ഒരു കുട്ടിയെ ഒരാളുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതില് ഞാൻ പറയാൻ കാരണം പറ്റുന്നില്ല, അവര് അരുന്ധതി പാക്കുക എന്നൊരു ചടങ്ങ് അതിലുണ്ട്. ധ്രുവ നക്ഷത്രത്തിനെയും അരുന്ധതി നക്ഷത്രത്തിനെയും കാണണം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് എക്സാമ്പിൾ പറയുന്നത്? ദർ ആർ സയന്റിഫിക് റീസൺസ്, അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസോട് കൂടിയാണ് നമ്മുടെ ശാസ്ത്രം എഴുതിയിരിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. വാട്ട് ഇസ് ടൈം നൗ? 43. സോ അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പൊ ഇന്ന് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപക്ഷെ തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം, മലയാളികൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. അമ്മി മെതിച്ച് അരുന്ധതി പാക്കുക എന്നൊരു തമിഴ് ബ്രാഹ്മിൻസിനിടയിൽ പറയാണ്. ഐശ്വര്യ മാതാജിക്ക് ഒരു പക്ഷെ അറിയായിരിക്കും. ശരിയല്ലേ മാതാജി? ഹരേ കൃഷ്ണ പ്രഭു, പതിതഭവൻ. യെസ് പ്രഭു, അത് കറക്റ്റ് ആണ്. ആ ഒരു കസ്റ്റം ഉള്ളതാണ് എല്ലാ വിവാഹത്തിലും. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തിനാണ് ഇത് ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്? ഡു യു നോ ദ സയന്റിഫിക് റീസൺ? ദർ ഇസ് എ വെരി ബിഗ് സയന്റിഫിക് റീസൺ ബിഹൈൻഡ് ദാറ്റ്. അതെന്ന് പറഞ്ഞാല് മോഡേൺ സയൻസിൽ പറയുന്നതനുസരിച്ച്, ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ദർ ആർ മില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. ബില്യൺസ് സ്റ്റാർസ് നമ്മുടെ ആകാശത്തുണ്ട്. ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളിൽ പല നക്ഷത്രങ്ങളും ട്വിൻ സ്റ്റാർസ് ആണ്. ട്വിൻ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇരട്ട നക്ഷത്രങ്ങൾ. നമ്മൾക്ക് കാണുമ്പോൾ അത് ഒന്നായിട്ട് കാണുകയുള്ളൂ. പക്ഷെ
there are 2 stars. ഈ 2 നക്ഷത്രങ്ങളുള്ള സ്റ്റാറുകളെ വിളിക്കുന്ന പേരാണ് ട്വിൻ സ്റ്റാർസ്. ഈ ട്വിൻ സ്റ്റാർസിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ നടുക്ക് നിന്നുകൊണ്ട് മറ്റേ സ്റ്റാർ ആ നടുക്ക് നിൽക്കുന്ന സ്റ്റാറിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഭൂമി സൂര്യനെ വലം വെക്കുന്നത്, ഭൂമി സൂര്യനെ വലം വെക്കുന്നത് പോലെ ഈ ട്വിൻ സ്റ്റാറിന്റെ സ്ട്രക്ചർ, ഓൾ ദ ട്വിൻ സ്റ്റാർസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ നടുക്ക് നിന്നുകൊണ്ട് മറ്റേ സ്റ്റാർ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പക്ഷേ നമ്മളുടെ ശാസ്ത്രം പറയുന്നു അരുന്ധതി എന്ന് പറയുന്ന സ്റ്റാർ, ആ അരുന്ധതി എന്ന ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ്സിന് ശേഷം ഇഫ് ടൈം പെർമിറ്റ്സ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം whether what I'm saying is correct or not. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്, ഈ അരുന്ധതി എന്ന് പറയുന്ന നക്ഷത്രത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അന്റാറസ്. അന്റാറസ് എന്നാണ്, ANTARUS. അന്റാറസ് എന്നാണ് ഈ അരുന്ധതി നക്ഷത്രത്തിന് പറയുന്ന പേര്. ഈ അരുന്ധതി നക്ഷത്രത്തിനുള്ള പ്രത്യേകത എന്താണ്? മറ്റ് ട്വിൻ സ്റ്റാർസിനുകളിലെ അപേക്ഷിച്ച്, അതായത് മറ്റ് ട്വിൻ സ്റ്റാറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു സ്റ്റാർ നടുക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്വിൻ സ്റ്റാറിന്റെ സ്ട്രക്ചർ, കോമൺ സ്ട്രക്ചർ. പക്ഷെ ഈ അന്റാറസ് അല്ലെങ്കിൽ അരുന്ധതി എന്ന് പറയുന്ന ഈ ഒരേ ഒരു ട്വിൻ സ്റ്റാർ മാത്രമാണ് രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നത്. ബോത്ത് റൊട്ടേറ്റ്സ് ടുഗദർ, രണ്ടും ഒരുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മറ്റ് ട്വിൻ സ്റ്റാർ പുരുഷന്മാർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതായിരിക്കും, പുരുഷനെ നടുക്ക് നിർത്തിക്കൊണ്ട് സ്ത്രീ ഇങ്ങനെ വട്ടം ചുറ്റണം എന്നുള്ളതായിരിക്കും പുരുഷൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ശാസ്ത്രം പറയുന്നു ഒരു ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ബോത്ത് ഷുഡ് ബി അഡ്ജസ്റ്റിംഗ്. രണ്ടുപേരും ഒരുപോലെ, അതാണ് രണ്ടുപേരും കറങ്ങുന്ന ആ അന്റാറസ് എന്ന അരുന്ധതി നക്ഷത്രത്തിനെ നമ്മുടെ ആചാര്യന്മാർ കാണാനായിട്ട് ആവശ്യപ്പെടും. യു ലീവ് ലൈക്ക് ദം. അരുന്ധതി എന്ന് പറയുന്നത്, അരുന്ധതി ഈസ് ഹസ്ബൻഡ് ഓഫ് ആരുടെ, വൈഫ് ഓഫ് ആരുടെ വൈഫാണ് അരുന്ധതി? വസിഷ്ഠൻ. യെസ്, വെരി ഗുഡ്, എക്സലന്റ്. വസിഷ്ഠനും അരുന്ധതിയും they are the exemplary couples. അവർ രണ്ടുപേരും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ജീവിതം വിജയകരമായിട്ട് നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതുപോലെ അവരെ ഒരു എക്സാമ്പിൾ ആക്കി നിങ്ങളുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ രണ്ട് ഹസ്ബൻഡ് വൈഫ് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഈ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് കാണിക്കാനാണ് അല്ലെങ്കിൽ എന്ന് പഠിപ്പിക്കാനാണ് ഈ അമ്മി മെതിച്ച് അരുന്ധതി പാക്കുക എന്ന് പറയുന്ന സിസ്റ്റം. This system at least minimum to minimum 3000 years old. Minimum to minimum 3000 years old കഷ്ടമാണിത്. നമ്മളുടെ കൾച്ചറില് നമ്മുടെ ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ചിട്ട് ഈ അന്റാറസ് എന്ന നക്ഷത്രത്തിനെ അല്ലെങ്കിൽ അരുന്ധതി എന്ന നക്ഷത്രത്തിനെ കാണിക്കുക എന്ന് പറയുന്നത്. ഇതിൽ എത്ര പേർക്ക് അറിയാം ഇങ്ങനെ ഒരു സയന്റിഫിക് റീസൺ ഇതിന്റെ പുറകിലുണ്ട് എന്ന്? അറിയില്ല. പക്ഷെ കേട്ടിട്ടുണ്ട്. എന്താണ്? സീ ദ സയന്റിഫിക് റീസൺ. അപ്പൊ ഞാൻ പറയാം, ചുമ്മാ അരുന്ധതി പാത്തുകൊണ്ട് നമ്മൾ ആരും ശരിയാവില്ല. പക്ഷെ ഈ കാരണം അറിഞ്ഞുകൊണ്ട് അരുന്ധതിയെ നമ്മളിനി കണ്ടാൽ we will identify, we will understand why we are doing that. അപ്പൊ ഞാൻ പറഞ്ഞത്, all our things, everything in our scriptures are scientifically proven. അപ്പൊ ഈ 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളുടെ ആചാര്യന്മാർക്ക് എങ്ങനെ മനസ്സിലായി ഈ അന്റാറസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അരുന്ധതി എന്ന് പറയുന്ന സ്റ്റാർ ട്വിൻ സ്റ്റാർ ആണെന്ന്? നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒരു ട്വിൻ സ്റ്റാറിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം all the stars looks one. അതിൽ ഒന്ന് അന്റാറസ് എന്ന് പറയുന്ന ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ട്വിൻ സ്റ്റാർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ട്വിൻ സ്റ്റാറിന്റെ സ്ട്രക്ചർ പോലും നമുക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും. എന്നാൽ ഇത്രയും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ആകാശത്തിലെ ഈ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഈ ഒരു ട്വിൻ സ്റ്റാർ രണ്ടും മറ്റ് നക്ഷത്രങ്ങളുമായി അപേക്ഷിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് 3000 വർഷം പഴക്കമുള്ള ആചാര്യന്മാർ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആചാര്യന്മാർ എങ്ങനെ എഴുതി വെച്ചു? This is the power of our scriptures. This was the power of our acharyas. This is how the scriptures are written. ഇത് ചുമ്മാതെ ഒരു എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെക്കുകയല്ല നമ്മുടെ ആചാര്യന്മാർ ചെയ്തത്. They experienced. അന്നത്തെ കാലത്തെ ആചാര്യന്മാർക്ക് they could go by themselves to that stage.
or to that level or to that height mentally and see what is happening. ഒരിക്കലും അല്ലാതെ ഒരാൾക്ക് അത് എഴുതാൻ സാധിക്കും. നെവർ പോസിബിൾ. ഒരാൾക്കും അത് എഴുതാൻ സാധിക്കത്തില്ല ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളവരും? ടുഡേ വി ഹാവ് ബൈനോക്കുലേഴ്സ്. We can keep and see how the star structures. Still we cannot reach the star for sure. ഇതുവരെ ആരും ഒരു നക്ഷത്രത്തെ അടുത്ത് പോയി അല്ലെങ്കിൽ നക്ഷത്രത്തിനകത്ത് കയറിയിട്ടില്ല. സോ അത് ബൈനോക്കുലർ വെച്ച് കണ്ട് മനസ്സിലാക്കാം. Now the structure is this. So with that, this thing നമ്മളുടെ സ്ക്രിപ്ചറിലെ ഒത്തന്റിസിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. I'm telling you about the authenticity of our scriptures. Entire thing. എത്രയോ ഇന്ന് ഈവൻ ഒരു next another 1 or 2 hours I can sit and give n number of examples. നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറയുമ്പോൾ ആൾക്കാരെ കളിയാക്കും. നമ്മള് അങ്ങനെ അത് പറയുന്നു, ഇത് പറയുന്നു. No, these are facts. ഇതെല്ലാം ഫാക്റ്റ് ആണ്. I'll tell you one more example. Which one to take? ഏതാണ് ബെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? See, let's come. കാരണം 2-3 എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടുന്നു. സോ കാരണം ശ്രീമദ് ഭാഗവതത്തില് പൃഥു മഹാരാജാവിന്റെ ജന്മത്തിനെ കുറിച്ച് എത്ര പേര് വായിച്ചിട്ടുണ്ട്? പൃഥു മഹാരാജാവിന്റെ ജന്മത്തിനെ കുറിച്ച് എത്ര പേര് വായിച്ച ഓർമ്മയുണ്ട്? Nobody read. ശ്രീമദ് ഭാഗവതത്തില് പൃഥു മഹാരാജാവിന്റെ ബർത്തിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? പൃഥു മഹാരാജാവിന്റെ അച്ഛന്റെ പേര് വേന. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അമ്മയുടെ പേരെന്താണ്? ആരാണ് പറഞ്ഞത്? ഉമാ പ്രതാപ് മാതാജി. വെരി ഗുഡ്, എക്സലന്റ് മാതാജി, താങ്ക് യു സോ മച്ച്. വേണ എന്ന് പറയുന്ന രാജാവ്, പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം വേർ വെരി മച്ച് ഡിസ്റ്റർബ്ഡ് ബൈ ഹിസ് അട്രോസിറ്റീസ്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, ഇത് he was like is maybe equal to can be compared with Ravana and Kumbhakarna or even ഹിരണ്യകശിപു. അവരുടെ അട്രോസിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അട്രോസിറ്റി ആയിരുന്നു വേണ എന്ന് പറയുന്ന രാജാവ് ചെയ്തുകൊണ്ടത്. ഭയങ്കര പ്രശ്നങ്ങളും, ഒരാളെയും നാമം ജപിക്കാൻ സമ്മതിക്കാതെ, കാണുന്നവരെയൊക്കെ ആചാര്യന്മാർ അല്ലെങ്കിൽ സന്യാസി വര്യന്മാരെ കാണുന്നവരെയൊക്കെ വെട്ടുകയും കൊല്ലുകയും അവരെ പൂജ ചെയ്യാൻ സമ്മതിക്കാതെയും എല്ലാം അത്ര ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജാവായിരുന്നു വേണ. So he was hardly 28 years or so. I don't remember exactly എത്ര വർഷം വയസ്സാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ക്രൂരതയോടുകൂടി അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പ്രാവശ്യം അവര് ബ്രാഹ്മിൻസിനെ ഇങ്ങനെ അദ്ദേഹം ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യങ്ങള് ഒക്കെ ചെന്ന് പൂജ ചെയ്യുന്ന സമയത്ത് പോയി കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് the Brahmins cursed him to death. ശപിച്ചു. എങ്ങനെ? തൽക്ഷണം മരിച്ചു വീഴട്ടെ എന്ന് പറഞ്ഞ് ശപിച്ച് ആ ക്ഷണം വേണ എന്ന് പറയുന്ന രാജാവ് മരിച്ചു വീണു. പക്ഷെ ആ സമയത്തെ സന്ദർഭവശാൽ അല്ലെങ്കിൽ സന്ദർഭം കൊണ്ട് അവർക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട് അവര് സഹി കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ശപിച്ചു കൊന്നു. പക്ഷെ ശപിച്ചു കൊന്നതിന് ശേഷം അവര് റിയലൈസ് ചെയ്യുന്നത് the country cannot be without king. കാരണം അദ്ദേഹം കല്യാണം കഴിക്കുകയോ ആരോ ഒരാളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ആണ്. Can you just keep it muted? Mute ചെയ്തു ബ്രോ, mute ചെയ്തു. താങ്ക് യു സോ മച്ച് മാതാജി. സോ അങ്ങനെ റിയലൈസ് ചെയ്തു the country cannot be without a king. രാജ്യം ഒരിക്കലും രാജാവില്ലാതെ ഇരിക്കാൻ സാധിക്കത്തില്ല. സോ ഒഫീഷ്യലി they didn't declare that there is no king. കാരണം അദ്ദേഹം കല്യാണം കഴിക്കുകയോ കുട്ടികളോ ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പം ഈ ആചാര്യന്മാരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് they embalmed him, അല്ലെങ്കിൽ they put him in an oil in such a way that it will never get decayed. കാരണം at least there is a body of the king to say so that there is a king in the country. He is the king of the country. അപ്പൊ അങ്ങനെ ആ ശരീരത്തിനെ അവര് പ്രിസർവ് ചെയ്ത് വെച്ചു. പക്ഷെ പ്രിസർവ് ചെയ്ത് വെച്ചു എങ്കിലും ഓഫ് കോഴ്സ് there is no റൂൾ ആരും പുറപ്പെടുവിക്കാനോ അങ്ങനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് എന്തായി? മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വേഴ്സ്റ്റ് ആയി രാജ്യത്തിന്റെ സിറ്റുവേഷൻ. കാരണം
all the thieves started coming up, all the dacoits started coming up. കാരണം nobody is there to rule, അല്ലെങ്കിൽ nobody is there to give any verdict. അപ്പൊ ആർക്കും ഒരു ഭയമില്ലാത്ത ഒരു അവസ്ഥ രാജ്യത്തില് ഉണ്ടായി. അങ്ങനെ മുമ്പിലത്തിനേക്കാൾ കഷ്ടതകളെല്ലാം നിറഞ്ഞപ്പോൾ ഈ ബ്രാഹ്മിൻസ് എല്ലാരും കൂടെ ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഈ മരിച്ച ശരീരത്തിൽ നിന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കുക. നമ്മൾക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം, ശ്രീമദ് ഭാഗവതം സേസ് ഈ മരിച്ചു കിടക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ഒരു അടുത്ത ജനറേഷനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന ഇതിന് തുല്യമായിട്ടുള്ള വാക്ക് ആർക്കെങ്കിലും പറയാമോ? Anybody can say? IVF. IVF ആണോ ബ്രോ? IVF അല്ല. No, it's not IVF. IVF is like when you need a lady or ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ട് ചെയ്യുന്നതാണ്. Not IVF. Cloning. അപ്പൊ മുടിയുടെ നാരിലെ ഒരു കോശം കിട്ടിയാൽ they can create ഒരു ബേബിയെ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതികൾ ഇന്ന് മോഡേൺ സയൻസ് കണ്ടുപിടിച്ചു, which is known as cloning. Srimad Bhagavatam talks 5,000 years ago when this happened, even thousands of years, I mean around, you can say millions of years ago. അതായത് സത്യയുഗത്തിലാണ് സംഭവിച്ചത്. അന്ന് നമ്മളുടെ ആചാര്യന്മാർ മൃതശരീരത്തിൽ നിന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കടഞ്ഞെടുത്തു എന്നാണ്. കടഞ്ഞെടുത്തു എന്ന് എഴുതിയെങ്കിലും of course there are processes. ആ പ്രോസസ് വെച്ചിട്ട് they created പൃഥു മഹാരാജ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഭാഗവതിലോ ഗൂഗിളിലോ പൃഥു മഹാരാജ് അവന്റെ അച്ഛനും അമ്മയും ആരാണെന്ന്, അച്ഛൻ ആരാണ്. So Prithu Maharaj was taken birth in that way, which is known as cloning today. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ക്ലോണിങ് ചെയ്യുന്ന രീതിയെ കുറിച്ച് പറയുന്നില്ല. ബട്ട് there is a baby who was born without a mother, only through a father. So this is called cloning. അപ്പൊ ഞാൻ പറഞ്ഞത്, so I can say n number, like so many, even there are so many things coming in my mind. പക്ഷേ സമയത്തിന്റെ അഭാവം മൂലം ഞാൻ നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. സോ ശാസ്ത്ര ഈസ് പെർഫെക്റ്റ്. നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക് ഒരു തരത്തിലും ഒരു അപാകതയുമില്ല എന്ന് ഞാൻ തെളിയിക്കാനാണ് ആഗ്രഹിച്ചത്. സോ വ്യാസദേവനെ പോലുള്ള മുക്തരായ ഋഷീശ്വരന്മാർ അവരുടെ അലങ്കാര ശാസ്ത്ര ക്രമീകരണങ്ങളിൽ ഒരിക്കലും പിഴവുകൾ വരുത്താറില്ല. ഇവൻ യഥേ ചാംസ കലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് എഴുതിയതില് നാരായണനാണ് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ, നാരായണൻ സ്വയം ഭഗവാനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ we could understand the people who says, general people who says is correct. No, it can never be. ഇവിടെ ഈ വസ്തുത അംഗീകരിക്കാത്ത പക്ഷേ, so what we need is we need trust in the scriptures. അതാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദ് നമ്മുടെ ഭക്തിരസാമൃത സിന്ധുവിൽ പറഞ്ഞിരിക്കുന്ന 9 steps of devotional service. ആർക്ക് പറയാം എന്താണെന്ന്? 9 steps in devotional service. All the Bhakti Shastri students. ശ്രദ്ധ, സാധു സംഘ, ഭജന ക്രിയ, അനർത്ഥ നിർവൃത്തി, നിഷ്ഠ, രുചി, ഭാവ, പ്രേമ. വെരി ഗുഡ്, എക്സലന്റ്. 9 ആയോ അതോ 8 ആയുള്ളൂ? 9. വെരി ഗുഡ്. ഞാൻ എണ്ണിയില്ല, സോറി. ആസക്തി പറഞ്ഞോ മാതാജി? അതാ അതേ പറഞ്ഞ 8 എനിക്ക് തോന്നി ആസക്തി കേട്ടില്ലയോ എന്ന് സംശയം. പക്ഷെ പിന്നെ പറഞ്ഞു നടപ്പം. ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്, താങ്ക് യു മാതാജി. അപ്പോ ഇതില് ഒന്നാമത്തെ ഏതാണ്? ശ്രദ്ധ. ശ്രദ്ധയുടെ അർത്ഥം എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ശ്രദ്ധ? വിശ്വാസം. വിശ്വാസമാണോ? വിശ്വാസം മതിയോ അതോ ദൃഢവിശ്വാസം? എക്സലന്റ്. ദൃഢവിശ്വാസമാണ് വേണ്ടത്. ദൃഢവിശ്വാസം എന്തിലാണ് വേണ്ടത്? ഭഗവാനിൽ. വെരി ഗുഡ്. Anybody has another opinion? No. ദൃഢവിശ്വാസം ശാസ്ത്രങ്ങളിലാണ് വേണ്ടത്. ഭഗവാനിൽ ആർക്കും ദൃഢവിശ്വാസം, ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാതെ ദൃഢവിശ്വാസം ഭഗവാനിൽ വരിക, ഇറ്റ് ഈസ് നിയർ ടു ഇമ്പോസിബിൾ. നിയർ ടു ഇമ്പോസിബിൾ എന്ന് പറയുന്നത് ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. ചില വ്യക്തികൾക്ക് സംഭവിക്കാം. പക്ഷേ ശാസ്ത്രത്തിലാണ് നമുക്ക് ദൃഢവിശ്വാസം വേണ്ടത്. കാരണം ശാസ്ത്രത്തിന് മാത്രമേ നമുക്ക് ഭഗവാനെ കാണിച്ചു തരാൻ സാധിക്കൂ. ഹി ഈസ് ദ സുപ്രീം പേഴ്സൺ. അതുകൊണ്ട്
ഞാൻ വിശ്വാസം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ആരും ഈ പ്രീച്ചിങ്ങിലുള്ള ആക്ടിവിറ്റീസിലുള്ള ആര് എന്ന് ചോദിച്ചാലും എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ഡെയിലി വിളക്ക് കൊളുത്തും, ഞാൻ ചന്ദനത്തിരി കാണിക്കും, ഞാൻ ഫോട്ടോയില് മുമ്പിൽ വെള്ളം കൊണ്ടുവെക്കും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, രാവിലെ കുളിച്ചിട്ടേ ചായ കുടിക്കുകയുള്ളൂ, ഇങ്ങനെ പറയുന്ന ധാരാളം ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാരെ? ഉണ്ട് പ്രഭു. Yes, when you are in preaching activities, we will find so many people. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഭക്തിയുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട് എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ that വിശ്വാസം is not in the Shastras. They believe in the Devi Devadas or maybe Krishna also. Maybe it can be Krishna also. They really believe them. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശ്രദ്ധ, ദൃഢവിശ്വാസം വേണ്ടത് നമുക്ക് ശാസ്ത്രങ്ങളിലാണ്. ശാസ്ത്രങ്ങളിൽ ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അതാണ് ഈ ചില പ്രഭുപാദി, ഈ വസ്തുത അംഗീകരിക്കാത്ത പക്ഷം ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും സഹായം നേടാൻ ശ്രമിക്കുന്നത് നിരർത്ഥകമാണ്. There's no use of that. നിരർത്ഥകമാണ്. കാരണം without having the trust in the Shastra, what are you going to learn? Same like you go and ask your mother, Mama, is this my father? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇരിക്കുന്നതിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അമ്മ ഇതാണ് എന്റെ അച്ഛൻ? ഒരിക്കലും ഇല്ല. നെവർ. ബിക്കോസ് if you trust your mother 101%, there's no further question. അമ്മ പറഞ്ഞാൽ she is the only one person who can say who is your father. That is another thing. She is the only one who can say who is your father. So whatever she says, we take it in the first instance itself. Either ഒരു ചോദ്യമില്ലാതെ we accept her or whatever she said. Similarly നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ശാസ്ത്രം. അതാണ് ശില പ്രഭുപാദർ പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് റീസൺ ഐ ടുക്ക് ഇറ്റ് ദാറ്റ് ലൈക്ക് കുറച്ചൊരു ഫ്യൂ മിനിറ്റ്സ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തത്. ഒരു കയറിനെ സർപ്പമായി അല്ലെങ്കിൽ ഒരു മുത്തുച്ചിപ്പിയെ സ്വർണമായി കരുതുന്നു. തെറ്റായ അറിവിനെയാണ് ഭ്രമം എന്ന വാക്ക് പ്രതിപാദിക്കുന്നത്. പ്രമാദം എന്നത് അശ്രദ്ധയെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെയും കരുണാപാടവം ഭൗതികേന്ദ്രിയങ്ങളുടെ കഴിവുകേടിനെയും പരാമർശിക്കുന്നു. അത്തരം കഴിവുകേടുകൾക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നേത്രങ്ങൾക്ക് അതിദൂരത്തിലുള്ളതിനെയോ അതിസൂക്ഷ്മമായതിനെയോ ദർശിക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണുകളുടെ ഏറ്റവും അടുത്തുള്ള കൺപോളകളെ പോലും നമുക്ക് കാണാൻ കഴിയില്ല. മഞ്ഞപ്പിത്തം പോലുള്ള രോഗം ബാധിച്ചാൽ നാം എല്ലാറ്റിനെയും മഞ്ഞയായി കാണുകയും ചെയ്യുന്നു. അതുപോലെ കാതുകൾക്ക് അതിദൂരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനാവില്ല. എന്നാൽ ശ്രീ ഭഗവാനും അവിടുത്തെ സമഗ്ര വിസ്താരണങ്ങൾക്കും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്മാർക്കും അതീന്ദ്രിയതയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അവർ ഇത്തരം ന്യൂനതകളാൽ തെറ്റായി നയിക്കപ്പെടാൻ വഴിയേ ഇല്ല. സോ വി ആർ അറ്റ് 6. ഒരു 2 ശ്ലോകം കൂടെ ഞാൻ എടുത്തോട്ടെ. 3 ശ്ലോകാസ് ജസ്റ്റ് ക്വിക്ലി up to 90 വിൽ കൺക്ലൂഡ്. കാരണം ആ ഒരു സെക്ഷൻ കഴിയും. മാതാജി ഓക്കെ ആണോ? ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വിരുദ്ധാർത്ഥേ കാഹതുമി കഹിതേ കരരോഷ തോമാരാ അർത്ഥേ അവിമൃഷ്ടവിധേയാംശദോഷ. അങ്ങ് വൈരുദ്ധ്യമുള്ള ചില കാര്യങ്ങൾ പറയുകയും അത് കാട്ടപ്പെടുമ്പോൾ കോപിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വിശദീകരണത്തിന് ഒരു സ്ഥാനം തെറ്റിയ വിശേഷകന്റെ ദോഷമുണ്ട്. ഇത് പരിഗണിക്കപ്പെടാത്ത കുറവായി തുടരുന്നു. 1 second. ഓക്കെ, അടുത്തത് വായിക്കാം. സോ ഭഗവത്ത ഹൈദേ അന്യേര ഭഗവത്ത സ്വയം ഭഗവാൻ ശബ്ദേരതാഹതേ സത്ത. മറ്റെല്ലാ ദിവ്യത്വങ്ങളുടെയും പ്രഭവമായ പരമദിവ്യോത്തമ പുരുഷൻ മാത്രമാണ് സ്വയം ഭഗവാൻ എന്ന നാമധേയത്തിന് അർഹൻ. ദീപഹൈദേ ഐശേ ബഹു ദീപേരജ്വലന മൂല ഏക ദീപതഃ കരിയ ഗണന. ഒരു ദീപത്തിൽ നിന്ന് അനേകം ദീപങ്ങൾ കൊളുത്തപ്പെടാം. എങ്കിലും ഞാൻ ആദ്യ ദീപത്തെ മൗലികമായി കരുതുന്നു. ബ്രഹ്മസംഹിത 5:46 വിഷ്ണു തത്വത്തെ അഥവാ സർവാധീശ്വര ഈശത്വം എന്നതിനെ ദീപങ്ങളോട് ഉപമിക്കുന്നു. എന്തെന്നാൽ അതിലെ വിസ്തരണങ്ങളെ എല്ലാം തന്നെ എല്ലാ വിധത്തിലും മൂലവസ്തുവിന് തുല്യമാണ്. ജ്വലിക്കുന്ന ഒരു ദീപത്തിന് മറ്റനേകം ദീപങ്ങളെ പ്രജ്വലിപ്പിക്കാൻ കഴിയും. അങ്ങനെ പുതിയതായി തെളിയിക്കപ്പെടുന്ന ദീപങ്ങളൊന്നും തന്നെ ആദ്യ ദീപത്തിൽ നിന്നും ഒട്ടും കുറഞ്ഞതല്ല. എന്നിരുന്നാലും ഏത് ദീപത്തിൽ നിന്നാണോ അവയെല്ലാം കൊളുത്തപ്പെട്ടത് ആ ദീപത്തെ നിശ്ചയമായും മൂലദീപമായി കണക്കാക്കണം. അതുപോലെ ശ്രീ ഭഗവാൻ സ്വയം വിഷ്ണു തത്വങ്ങളായി വികസിക്കുമ്പോൾ അവരെല്ലാം തുല്യ ശക്തിയുള്ളവരാണെങ്കിലും ആദിമൂലമായ പരമദിവ്യോത്തമ പുരുഷൻ അവരുടെ എല്ലാം
സ്രോതസ്സായി കണക്കാക്കപ്പെടണം. ഈ ഉപമ ഗുണാവതാരങ്ങളായ ശിവന്റെയും ബ്രഹ്മാവിന്റെയും ആവിർഭാവത്തെ കൂടി വിശദീകരിക്കുന്നു. ശ്രീല ജീവ ഗോസ്വാമി യുടെ അഭിപ്രായം അനുസരിച്ച് ശംഭോസ്തു തമോധിഷ്ഠ നത്വാ കജ്ജലമയ സൂക്ഷ്മദീപ ശിഖാസ്ഥാനീയസ്യ തഥാ സാമ്യം. ശംഭു തത്വം അഥവാ മഹാദേവൻ തമോ ഗുണത്തിന്റെ അധിഷ്ഠാന ദേവനാകയാൽ കരിന്തിരി പറ്റിയ ഒരു ദീപത്തെ പോലെയാണ്. അത്തരം ഒരു ദീപത്തിൽ നിന്നുള്ള പ്രകാശം മുന്നേറുകയായിരിക്കും. അതുകൊണ്ട് ശിവതത്വത്തെ വിഷ്ണു തത്വത്തോട് ശക്തി താരതമ്യം ചെയ്യാനാവില്ല. സോ ഇവിടെ പറയുന്നത് ഒരു ദീപത്തിൽ നിന്ന് മറ്റ് അനേകം ദീപങ്ങൾ വന്നാലും മൂലദീപം അത് തന്നെയാണ്. സോ ആക്ച്വലി ദർ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ വിത്ത് മീ ടു മേക്ക് us അണ്ടർസ്റ്റാൻഡ് ഹൗ കൃഷ്ണ ഈസ് സുപ്രീം. അതായത് കൃഷ്ണൻ സുപ്രീം ആണെന്ന് ഈ അവതാരമായിട്ട് വന്നത്. അതായത് അങ്ങനെയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായിട്ട് കൃഷ്ണൻ വന്നു, അല്ലെങ്കിൽ കൃഷ്ണൻ ഇങ്ങനെ അവതരിക്കേണ്ട ആവശ്യം എന്താണ്? ദേവകി മാത പ്രസവിച്ച ഉടൻ തന്നെ ഭഗവാൻ ചതുർഭുജ രൂപത്തിലാണ് കാണിച്ചത്, എന്നിട്ട് വീണ്ടും ദ്വിഭുജ രൂപത്തിൽ വന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പം മഹാവിഷ്ണു തന്നെയല്ലേ ടോപ്പ് എന്നൊക്കെ ഒരു സംശയം. പക്ഷെ അതിന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഒരു 5 minutes. എത്രയും പെട്ടെന്ന് ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് സപ്പോസ് ഇന്ത്യൻ പ്രസിഡന്റ് നമ്മളുടെ സ്ഥലത്ത് വരുന്നു എന്ന് വിചാരിക്കാം. സപ്പോസ് വിൽ എക്സാമ്പിൾ ഇൻ ട്രിവാൻഡ്രത്തില് ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ട്രിവാൻഡ്രത്ത് വരുമ്പോ he cannot just enter ട്രിവാൻഡ്രം ലൈക്ക് ഓക്കെ നമ്മൾ ഇന്ന് പോകുന്നു, ഞാൻ ഇന്ന് തൃശ്ശൂർക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കണ്ണൂർക്ക് പോകുന്നു, സോ അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് രഥയാത്രയ്ക്ക് പോകുന്നു എന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് പോകുന്നത് പോലെ ഇന്ത്യൻ പ്രസിഡന്റ് കനോട്ട് കം. ഇന്ത്യൻ പ്രസിഡന്റിന് വരണമെന്നുണ്ടെങ്കിൽ there's a procedure, there's a protocol. ആ പ്രോട്ടോകോൾ അനുസരിച്ച് എന്താണ്? he should inform the local authority who is the district collector. ഡിസ്ട്രിക്ട് കളക്ടറെ അറിയിക്കണം president is willing to come. Okay, there could be other way also. That means there can be some invitations. That's different. So we'll take it in this perspective. For district collector അറിയിച്ചു, so I am coming. അല്ലെങ്കിൽ അതേ invitation കിട്ടിയെന്ന് വിചാരിക്കുക. Invitation കിട്ടിയ ഉടനെ തന്നെ he will forward that, or his assistant will forward that invitation to the district collector. There's a chart, and he will prepare the chart. Okay, morning this time he will reach, he will land by the helicopter at this airport or at the Air Force camp. Avidana he will travel by a car to the to so and so place. Now there he will take a rest, he will take his breakfast, lunch or dinner. Then he will go by car or there will be escort, go so many cars will be there. Avidana nere poite avada poi udghadhanam kazhinjittu return back, he will touch the district collector's office, and then he come to his accommodation. അവിടെ വന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് ഒരു 5 minutes 10 minutes റെസ്റ്റ് എടുത്ത് ഒരു മേ ബി കുഡ് ബി ഒരു റിഫ്രഷ്മെന്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഹി ഗോ ടു ദ എയർപോർട്ടിലേക്ക് പോയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഓർ നെക്സ്റ്റ് ഹെലികോപ്റ്റർ ഹി വിൽ ഗോ ബാക്ക് ടു ഡൽഹി ഓർ wherever he wants next. So when രാഷ്ട്രപതി പ്രസിഡന്റ് വന്ന ഉടനെ he will meet the district collector. He will ask, what's my schedule? Then district collector is supposed to give the schedule. This is sir, this is your program. അപ്പോൾ ഉടനെ കാണിച്ചു പ്രോഗ്രാം കാണിച്ചു. ഓക്കെ, then we'll go, like can we start? We'll start. He will accept it and he'll go blah 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 do അവിടെ ചെന്ന് ഇവിടെ ചെന്ന് ഡിസ്ട്രിക്ട് അവിടെ എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് he go back. So the schedule was totally prepared and decided by the district collector of Trivandrum. So can we say district collector is above the president? I'm asking you. You cannot, because this president cannot come without following the protocol. Indian constitution the protocol അനുസരിച്ച് he cannot come directly to Trivandrum just ഒരു പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോകാൻ പറ്റത്തില്ല. He can come only through district collector. But district collector ആണ് കംപ്ലീറ്റ് കാര്യം ഡിസൈഡ് ചെയ്തത്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു no, I say no, district collector is above all or above the president. It's a foolishness. It's a very foolishness words. Karanam, he doesn't know the protocol, or he doesn't know the structure. That's why he says. Similarly, the maintenance of the earth or the Brahmanda, this Brahmanda where we live, is Mahavishnu is in charge. The in charge for the this maintenance of this Brahmanda is Mahavishnu. So Mahavishnu, since Mahavishnu is the head of this Brahmanda, Krishna didn't want
to break the protocol and come alone or come by himself. He could come, he can come. Even if president comes, district collector has to follow him. That's another thing. But that's not the correct way. So Krishna was setting an example to us. He was setting an example by following the protocol. So he gave respect to his own expansion, Lord Vishnu. His own expansion, Lord Vishnu, but he gave respect. He gave value for his position. So he came as Vishnu. I mean, it took the four-handed form. He took the four-handed form, and then he took the two-handed form and showed us his pastimes. So this is the best example wherein we can understand why Krishna came through Lord Vishnu. So clear ആണോ എല്ലാവർക്കും? Yes, Hare Prabhu. Okay, thank you. So we'll എല്ലാത്തിനും ആൻസർ ഐശ്വര്യ മാതാജി മാത്രമേ പറയൂ. ബാക്കി എല്ലാവരും ഉറക്കമാണെന്ന് എനിക്ക് തോന്നുന്നത്. Everybody is sleeping? How many of you are sleeping? Can you raise your hand? എത്ര പേര് ഉറങ്ങുന്നുണ്ട്? ഉറങ്ങണില്ല പ്രഭു. ഉറങ്ങണില്ല. രണ്ടുപേരുണ്ട്. വേറെ? ഉറങ്ങണില്ല പ്രഭു, ഉറങ്ങണില്ല. ഹരേ കൃഷ്ണ. ബാക്കിയുള്ളവർക്ക് ഉറങ്ങാണോ? മൂന്ന് ശബ്ദം കേട്ടു. I can see around ഒരു 19 കണക്ഷൻ ഉണ്ടായിരുന്നു. 6 മണിയായപ്പോൾ 2 പോയിരുന്നു. 17 കണക്ഷൻ ഉണ്ട്. I hope everybody is feeling bored. So Taichesaba Avadarera Krishna Sekarana Ara Eka Shloka Shuna Kavyakya Khandana. ഇപ്രകാരം കൃഷ്ണൻ കാരണങ്ങൾക്കും അവതാരങ്ങൾക്കും എല്ലാം കാരണമാകുന്നു. അവിടുന്ന് സർവ്വകാരണാണെന്ന് ദുർവ്യാഖ്യാനങ്ങൾ എല്ലാം പരാജയപ്പെടുത്തുന്ന ദയവായി മറ്റൊരു ശ്ലോകം കേൾക്കൂ. So now he is going to talk another slogan from Srimad Bhagavatam. Srimad Bhagavathile, I think 2nd canto, 10th chapter, 1 and 2 slokas. Very, very beautiful sloka. So that probably tomorrow my wife will take the class. So Hare Krishna, thank you so much. Srimad Chaitanya Mahaprabhu ki jai, Chaitanya Charitamrita ki jai, Krishna Kaviraj ki jai, Srila Prabhupada ki jai, Gurudev ki jai. Nitya Gaur Siddhanta Premanande, Hari Hari Bol, Hare Krishna. Officially we end the class here. So if anybody has any doubt, you can stay and ask. Officially we end the class. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. You can maybe another 2 minutes. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണന് 64 ക്വാളിറ്റീസും വിഷ്ണു നാരായണന് 60. അപ്പൊ അത് ഏത് ശ്ലോകത്തിലാണ് പറയുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ പ്രഭു? ഇല്ലെങ്കിൽ പ്രഭു നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാലും മതി. ഇല്ല, ഭക്തിരസാമൃത പറയുന്നത്. ഭക്തിരസാമൃത സിന്ധു. I will get the ശ്ലോകം. ഞാൻ ശ്ലോകം എടുത്തുതരാം. ഭക്തിരസാമൃത, അതായത് 64 ക്വാളിറ്റീസ് ഓഫ് ലോർഡ് വിഷ്ണു is been explained in ഭക്തിരസാമൃത സിന്ധു. അപ്പൊ അതിൽ പറയുമ്പോ അതിനകത്തിലാണ് 4 രൂപമാധുര്യ, വേണുമാധുര്യ, പിന്നെന്താണ് ലീല വേണു രൂപ and one more is there. What is that? പ്രേമ മാധുര്യ. These 4 രസാസ് അല്ലെങ്കിൽ ഈ 4 മാധുര്യങ്ങളാണ് വിഷ്ണുവിനില്ലാതെ കൃഷ്ണൻ മാത്രം കാണിച്ചിരിക്കുന്നത്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ. Okay, Hare Krishna. Hare Krishna, Prabhu. Dandavat Pranam. Paditavan, Prabhu. Hare Thank Krishna. you for giving a wonderful class and explanation, Prabhu, with examples and നമ്മളുടെ ശാസ്ത്രങ്ങളുടെ ഓതന്റിസിറ്റിയിൽ ആധികാരികതയെ അങ്ങ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ സന്തോഷം. സോ നൈസ് എക്സാമ്പിൾസ് വിത്ത് വേന ആൻഡ് ക്ലോണിങ്ങിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ ഇതിന്റെയും എക്സാമ്പിൾ വാസ് എക്സംപ്ലറി. കുറെ നാളായി പ്രഭു ഈ വർക്ക് കാരണം പലപ്പോഴും നേരെ കയറാൻ പറ്റാറില്ല. എക്സ്ട്രീംലി സോറി പ്രഭു. ഫീൽഡിലായിരിക്കും ഈ ടൈം. അപ്പൊ ഇന്ന് ഒരു സ്ഥലത്ത് ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പം പ്രഭുവിനെ കണക്ട് ചെയ്യാൻ പറ്റി. സോ ഹാപ്പി ടു ഹിയർ യുവർ വണ്ടർഫുൾ ലെക്ചേഴ്സ് പ്രഭു. Hare Krishna. That all glories to the Shastra and Acharyas from whom I got this. Hare Krishna. Thank you so much. Yes, Prabhu. Hare Krishna. Thank you so much. So we'll end the class, Mataji. Hare Krishna. Vancha kalpatarubhyascha kripa sindhubhyascha പതിതാനാ പാവനേ. Pavanebhyo Vaishnavebhyo Namo Namah. Thank you പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ, താങ്ക് യു.